നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ഭക്തജനങ്ങളുടെ കാത്തിരിപ്പ് പൂർണ്ണമാകുന്നു. പുനലൂരിൽ ശബരിമല ഇടത്താവളം യാഥാർത്ഥ്യത്തിലേക്ക്. നടപ്പന്തലിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന്. വന്യജീവി സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ ഉന്നതതല യോഗം ഇന്ന്. യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. വനം വകുപ്പിന് പുറമെ മറ്റ് മന്ത്രിമാരും യോഗത്തിൽ. കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിൽ കാറുമായി യുവാക്കളുടെ അഭ്യാസ പ്രകടനം. സെന്റ് ഓഫ് ആഘോഷം കളറാക്കാൻ കാശ് കൊടുത്ത് വണ്ടി വിളിച്ച് കുട്ടികൾ. കേസെടുത്ത് പോലീസ്. പാലക്കാട് പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വരുന്നു. ആദ്യഘട്ട നിർമ്മാണം തുടങ്ങി. നടപ്പാകുന്നത് സ്ഥിരം അപകട മേഖലയ്ക്ക് പരിഹാരം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം. കാസർഗോഡ് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. കാറിൽ ഉണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടു. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം തീപിടുത്തം. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. വിശദമായി നോക്കാം. കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിൽ BMW കാറുമായി യുവാക്കളുടെ അഭ്യാസ പ്രകടനം. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷങ്ങൾക്കിടെയാണ് സംഭവത്തിൽ കോന്നി പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ 2000 രൂപ നൽകി വണ്ടി വിളിച്ചു വരുത്തിയതാണെന്ന് പോലീസ് അറിയിച്ചു. നമ്മൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലുമായിട്ട് ബന്ധപ്പെട്ട് 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിങ് നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശശിനാരായണൻ, ഇത്തരം സംഭവങ്ങൾ പലകുറി ആവർത്തിച്ചിട്ടുള്ളതാണ്. പോലീസ് നടപടിയും ഉണ്ടായിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ BMW കാർ കുട്ടികൾ സ്കൂളിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട്? ഇന്ന് ഈ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ അവസാനിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിനും ഈ വണ്ടിയിൽ നിന്ന് എടുക്കുന്നതിനുള്ള ഒരു പരിപാടിക്കാണ് പ്ലാൻ ചെയ്താണ് ഈ കുട്ടികൾ ഈ വണ്ടി വാടകയ്ക്ക് വെളിയിൽ നിന്നും സ്കൂളിൽ എത്തിച്ചത്. എന്തായാലും ആ വണ്ടി സ്കൂളിൽ എത്തിച്ച കോന്നി റിപ്പബ്ലിക് സ്കൂളിൽ എത്തിച്ച ആ സമയം തന്നെ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അധ്യാപകർ പോലീസിനെ വിവരം അറിയിപ്പിക്കുകയും പോലീസ് തന്നെ വണ്ടി കസ്റ്റഡിയും ചെയ്തു. 2 പേരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളപ്പുഴ സ്വദേശികളായ ജോസ് സജി വർഗീസും ഒപ്പം ജുവൽ എന്ന് പറയുന്ന 2 പേർക്ക്. 2 പേരും പ്രായപൂർത്തിയവരാണ്. അവരാണ് വാഹനം ഈ BMW ഈ സ്കൂളിൽ എത്തിച്ചത്. കുട്ടികൾ അതിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള ശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ തുടർന്നാണ് ഈ വാഹനം പോലീസിന് പരാതി. പോലീസ് ഉടൻ തന്നെ വന്ന് കസ്റ്റഡിക്ക് 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ വാഹനം അവിടെ ഓടിക്കുന്നതിനോ അപകടകരമായ രീതിയിൽ ഓടിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അധ്യാപകർ അത് ആ സെക്കൻഡിൽ തന്നെ ഇത് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ വാഹനം പോലീസ് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോയി 2 കേസും എടുത്തിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കുട്ടികൾ ഇത്തരം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചെന്നുള്ളതാണ് വിവരം പോലീസിനോട് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ കേസില്ല. നിലവിൽ ഈ വണ്ടി സ്കൂളിൽ എത്തിച്ച ആളുകൾക്ക് വേണ്ടി 2000 രൂപ കുട്ടികൾ വാടകയ്ക്ക് നൽകിയാണ് ഈ വാഹനം അവിടെ എത്തിച്ചതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മലയാളപ്പുഴ സ്വദേശികളായ 2 പേരുടെ പേരിൽ ജോസ് സജി വർഗീസ് ഒപ്പം ജുവൽ എന്നീ 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 10ാം ക്ലാസ് കുട്ടികൾ അവരുടെ സെന്റ് ഓഫ് കളറാക്കാൻ വേണ്ടിയിട്ടാണ് 2000 രൂപ നൽകി BMW കാർ അഭ്യാസ പ്രകടനത്തിനായി സ്കൂളിൽ എത്തിച്ചത്. പക്ഷേ അധ്യാപകർ കൈയോടെ അത് പിടിച്ചു. പോലീസ് തുടർ നടപടിയും സ്വീകരിച്ചു. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം തീ പടർന്നു. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. തേക്കിൻകൂട്ടങ്ങൾ അടക്കമുള്ള വനമേഖലയിലാണ് തീ പടർന്നത്. ഏക്കർ കണക്കിന് പ്രദേശത്തെ മരങ്ങൾ കത്തിയമർന്നു. തെക്കേ മലമ്പുഴ വരെയുള്ള വനമേഖലകളിൽ തീ പടർന്നിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാസർഗോഡ് ബേക്കൽ കോട്ടക്കുന്നിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. കാറിൽ ഉണ്ടായിരുന്ന ആൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാസ്തിഗുഡ സ്വദേശി ഷെരീഫിന്റെ കാറാണ് കത്തിനശിച്ചത്. കാറിന്റെ എഞ്ചിൻ ഭാഗങ്ങൾ പൂർണ്ണമായും കത്തി. ബോണറ്റിൽ നിന്നും തീ ആളിപ്പടരുകയായിരുന്നു. വർക്ക്ഷോപ്പിൽ നിന്നും സർവീസ് കഴിഞ്ഞു വരുന്ന വഴിയിൽ റോഡിന് നടുവിൽ വെച്ച് തീ പിടിക്കുകയായിരുന്നു.
കോട്ടയം കൂട്ടിക്കൽ തേൻപുഴയിൽ തീപിടുത്തം. ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശമുള്ള 2 കടകൾ കത്തിനശിച്ചു. സമീപത്തെ പുരയിടത്തിലേക്കും തീ വ്യാപിച്ചു. രാത്രി 12 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. വർക്കല ഇടവ മാന്തര ക്ഷേത്രത്തിൽ തീപിടുത്തം. ശിവരാത്രി ഉത്സവം നടക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിൽ ഓല ഷെഡ് നിർമ്മിച്ചിരുന്നു. പുലർച്ചെ ചൈനീസ് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ തീപ്പൊരി ഷെഡിൽ വീഴുകയായിരുന്നു. തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവർ ചികിത്സയിലാണ്. ക്ഷേത്ര വളപ്പിനുള്ളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വെടിക്കെട്ട് നടത്തിയിട്ടും അയിരൂർ പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട്. മഹാശിവരാത്രി ആഘോഷങ്ങളിൽ ആലുവ മണപ്പുറം. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹം തുടങ്ങിയിരുന്നു. മഹാദേവ ക്ഷേത്രത്തിൽ രാത്രി 12-ന് ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞതോടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. ഐതിഹ്യങ്ങളുടെ മണൽപ്പരപ്പിൽ മഹാശിവരാത്രി ആഘോഷത്തിനും ബലിതർപ്പണത്തിനുമായി എത്തിയത് ലക്ഷങ്ങളാണ്. പകൽ മുഴുവൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നവർ ശിവരാത്രിയുടെ നിറവിൽ മടങ്ങി. പുഴയോരത്തൊരുക്കിയ 100-ൽ പരം ബലിത്തറകളിൽ 300ഓളം പുരോഹിതന്മാർ പിതൃകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കായി പുഴയോരത്തെ ബലിത്തറകളിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ പിതൃകർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു. കുംഭത്തിലെ അമാവാസി ദിനമായ ഇന്നും തിരക്കൊഴിയാതെയായിരുന്നു മണപ്പുറം. ക്ഷേത്രകർമ്മങ്ങൾക്ക് തന്ത്രി ചേന്നാസ് നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രിയിലും ബലിതർപ്പണത്തിലും പങ്കെടുത്ത് മടങ്ങുന്നവർക്കായി പ്രത്യേക സർവീസുകൾ ദക്ഷിണ റെയിൽവേയും KSRTCയും മെട്രോ റെയിലും നടത്തി. ഹരിത പ്രോട്ടോകോൾ പ്രകാരമാണ് ശിവരാത്രി ആഘോഷങ്ങൾ നടന്നത്. മണപ്പുറത്ത് എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി 1500-ലധികം പോലീസുകാരെയും വിന്യസിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. നിലമ്പൂരിൽ മൂത്തേടത്ത് സെപ്റ്റിക് ടാങ്കിൽ വീണ കൊമ്പനാന ചരിഞ്ഞു. കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനയുടെ ജഡം ഉൾക്കാട്ടിൽ സംസ്കരിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ മുത്തേടം ചോളമുണ്ടയിലാണ് സംഭവം. രാവിലെ 4 മണിയോടെയാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കസേരക്കൊമ്പൻ എന്ന് പേരിട്ടിരിക്കുന്ന ആന മാസങ്ങളായി ജനവാസ മേഖലയോട് ചേർന്ന് തമ്പടിച്ചിരുന്നു. ആനയ്ക്ക് പ്രായാധിക്യമുണ്ടെന്നും അസുഖബാധിതനാണെന്നുമാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിരീക്ഷണം. ഇതേ തുടർന്നാകാം ആന കാടിറങ്ങിയത്. കുഴിയിൽ നിന്ന് കരകയറാൻ സാധിക്കാത്തത് ഇക്കാരണങ്ങൾ കൊണ്ടാകാമെന്നും വനംവകുപ്പ് പറയുന്നു. കുഴിയിൽ വീണതാകില്ല, ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവുമാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നും വനംവകുപ്പ് വിലയിരുത്തുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനയുടെ ജഡം ഉൾക്കാട്ടിൽ സംസ്കരിച്ചു. ന്യൂസ് 18 മലപ്പുറം. എന്തിന് വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് ആനയെ കൊണ്ടുപോകുന്നതെന്ന് ഹൈക്കോടതി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിലാണ് വിമർശനം. പടക്കം പൊട്ടിയപ്പോൾ ആന പേടിച്ചെന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചു. തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. വെടിക്കെട്ട് ആനകളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തിന് അവിടേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. ആനകളെ ആനക്കോട്ടയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഭക്ഷണവും മറ്റും ഉറപ്പാക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യം വിശദീകരിക്കണമെന്നും കോടതി ഗുരുവായൂർ ദേവസ്വത്തോട് ആവശ്യപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇന്ന് വൈകിട്ട് 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനംവകുപ്പിന് പുറമെ ധനം, തദ്ദേശം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചന വകുപ്പുകളിലെ മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗത്തിൽ അവലോകനം ചെയ്യും. പത്തനംതിട്ട കൂടലിൽ 13-കാരനെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പിതാവ് അറസ്റ്റിൽ. ലഹരിക്കടിമയായ പ്രതി മുൻപും സമാന കുറ്റം ചെയ്തെന്നാണ് FIR. മർദ്ദന ദൃശ്യം പുറത്തുവന്നതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് നടപടി. കൂടൽ സ്വദേശിയായ രാജേഷാണ് 13-കാരനായ മകനെ വീട്ടിൽ ബെൽറ്റ് കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചത്. 2 ദിവസം മുമ്പായിരുന്നു സംഭവം. വസ്ത്രങ്ങളും ചെരുപ്പും വാങ്ങാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനം. തുടർന്ന് കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. ദൃശ്യങ്ങളടക്കം സമീപവാസികൾ ശേഖരിച്ച് CWCക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് കൂടൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആർ. കുട്ടിയുടെ മർമ്മഭാഗത്തും തുടയിലും വയറിലും അടിച്ചു. നേരത്തെയും പ്രതി സമാന കുറ്റം ചെയ്തിട്ടുണ്ട്. ലഹരിക്ക് അടിമയായ രാജേഷ് ഭാര്യയുടെ സഹോദരനെയും മർദ്ദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. വിവാദമായ മൈസൂർ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതക കേസിൽ അടുത്ത മാസം 17-ന് വിധി പറയും. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി 1 കേസിൽ വിധി പറയുന്നത്. വിചാരണ ഇന്ന് പൂർത്തിയായി. മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ്. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം. മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘമാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് അടക്കം 15 പ്രതികളാണ് ഉള്ളത്. പ്രതി ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഭാസ്കര കാർണവർ കേസ് പ്രതി ഷെറിനെതിരെ കേസ്. സഹതടവുകാരിയെ മർദ്ദിച്ചതിനാണ് കേസ്. കണ്ണൂർ വനിതാ ജയിലിൽ ഇന്നലെയാണ് സംഭവം. ഷെറിനൊപ്പം ഷപ്ന എന്ന തടവുകാരിക്കെതിരെയും കേസുണ്ട്. കുടിവെള്ളം എടുക്കാൻ പോയ ജൂലി എന്ന തടവുകാരിയെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് കേസ്. ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് ഈ പുതിയ കേസ്. ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം വിവാദമായിരുന്നു. കോഴിക്കോട് കാർശ്ശേരി കുമരനെല്ലൂരിൽ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണം കണ്ടെത്തി. മോഷണം പോയ 30-ൽ 20 പവനാണ് തിരികെ ലഭിച്ചത്. വീട്ടിൽ തിരികെ കൊണ്ടിട്ട നിലയിലായിരുന്നു സ്വർണം. അലക്കാനുള്ള വസ്ത്രം സൂക്ഷിച്ച ബക്കറ്റിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. കോഴിക്കോട് മയക്കുമരുന്നുമായി കടത്തിയ സംഘം പോലീസ് പിടിയിലായി. കോവൂർ സ്വദേശി അനീഷ്, തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി സനൽകുമാർ എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമിനെ കണ്ട് ഇവർ MDMA സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. പിന്നീട് പരിശോധനയിൽ 32 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂരിൽ ശബരിമല ഇടത്താവളം യാഥാർത്ഥ്യമാവുകയാണ്. നടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിപുലമായ സ്വാഗത സംഘ രൂപീകരണവും നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂരിന് അനുവദിച്ച ശബരിമല ഇടത്താവളത്തിന്റെ 1ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാകുകയാണ്. നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവ ക്ഷേത്രത്തിലാണിത്. വിരിവെക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യം, കുടിവെള്ള ടാങ്ക് എന്നിവയാണ് പൂർത്തിയായത്. നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് നടക്കും. ശബരിമലയുടെ ഒരു കവാടമായി നമുക്ക് പറയാൻ കഴിയുന്ന ഇടമാണ്. നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമാണ് പുനലൂരിൽ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുമ്പോൾ ഒരിടത്താവളം ക്രമീകരിച്ച് ഭക്തന്മാർക്ക് ഇവിടെ തങ്ങിപ്പോകാനുള്ളൊരു സൗകര്യം ഒരുക്കണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈപ്പുഴ മഹാദേവർ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇടത്താവളമായി ആദ്യം പ്രഖ്യാപിക്കുന്നത്. 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ്, കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള 2ാം ഘട്ട നവീകരണത്തിനുള്ള പ്രപ്പോസൽ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്വാഗത സംഘ രൂപീകരണ യോഗം PS സുപാൽ MLAയുടെ നേതൃത്വത്തിൽ നടന്നു. 2022 നവംബർ 11-നാണ് കൈപ്പുഴ ക്ഷേത്രം ഇടത്താവളമായി പ്രഖ്യാപിച്ചത്. ന്യൂസ് 18 പുനലൂർ. സ്ഥിരം അപകട മേഖലയായ പാലക്കാട് പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വരുന്നു. ഇതിന് പണികൾ തുടങ്ങി. അടിപ്പാത വേണമെന്നത് നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. പെരുമുടിയൂരിലെ 2 സ്കൂളുകളിലേക്ക് എത്തണമെങ്കിൽ ഈ റെയിൽവേ ലൈൻ മറികടക്കണം. ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ ഈ പാത കടന്നാണ് സ്കൂളിൽ എത്തുന്നത്. ഇതിന് സമീപത്തായി ഒരു വളവുമുണ്ട്. അതിവേഗതയിൽ കടന്നെത്തുന്ന ട്രെയിൻ പലപ്പോഴും അപകടമുണ്ടാക്കി. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ഇവിടെ അടിപ്പാത വേണമെന്നത് നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. ഇതിപ്പോൾ സാധ്യമാവുകയാണ്. പെരുമുടിയൂരിൽ അടിപ്പാത നിർമ്മിക്കാൻ റെയിൽവേ നടപടി തുടങ്ങി. കഴിഞ്ഞ ദിവസം ഭൂമി പൂജയോടെ പ്രവൃത്തികൾക്ക് തുടക്കമായി. ഉയരത്തിന്റെ കാര്യത്തിലും പരിമിതി പദ്ധതിക്ക് തടസ്സമായിരുന്നു. സ്ഥലം സന്ദർശിച്ച മെട്രോമാൻ E ശ്രീധരന്റെ ഇടപെടലാണ് പദ്ധതി വേഗത്തിലാക്കാൻ സഹായകമായത്. ശ്രീധരൻ സാർ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന മാനേജർ ലെവൽ മുതൽ എല്ലാവരെയും നേരിട്ട് വിളിച്ച് ഇത് 1.86 അതായത് 6 അടി ഉയരത്തിൽ ഇവിടെ നിർമ്മിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശുപാർശയുടെ ഒറ്റ ബലത്തിലാണ് അവർ ഈ പ്രൊജക്റ്റുമായി ആ ഉയരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്
ഈ പ്രൊജക്റ്റ് സഫലീകരിച്ചത്. ശ്രീധരൻ സാറിൻ്റെ പേര് നമ്മൾ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. പ്രദേശത്തെ LP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി 2500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അടിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽവേ ട്രാക്ക് കടന്നുള്ള അപകടയാത്രയ്ക്കും പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പാലക്കാട്. കോതമംഗലം ഞവാളൻകുന്നേൽ പാടശേഖരത്തിൽ ആഘോഷമായി കൊയ്ത്തുത്സവം. 5 ഏക്കറിലായിരുന്നു നെൽകൃഷി. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഞവാളൻകുന്നേൽ പാടശേഖരത്തിലാണ് കൃഷി. 5 ഏക്കറോളം സ്ഥലത്തായിരുന്നു നെൽകൃഷി. ചുവന്ന അയ്യാറെട്ട് വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്ക് കർഷകനായ കിഴക്കേ ഭാഗത്ത് പോൾ കെ ജേക്കബ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. നല്ല രീതിയിൽ പരിപാലിച്ചതോടെ മികച്ച വിളവും കിട്ടി. കഴിഞ്ഞ ദിവസം നടന്ന കൊയ്ത്തുത്സവവും ആഘോഷമാക്കി. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഭാരവാഹികൾ നിർവഹിച്ചു. കൃഷി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അംഗങ്ങൾ പറയുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ ഒരു പ്രോജക്റ്റായ ഗ്രൂപ്പ് ഫാമിംഗ് നമ്മൾ ലയൺസ് ക്ലബ് പൈങ്ങോട്ടൂർ തുടങ്ങിയിട്ട് ഏകദേശം 18 മാസമായിട്ടുള്ളൂ. എന്നിരുന്നാലും ആ ഒരു പ്രോജക്റ്റിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പാടശേഖരം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിച്ചു. ന്യൂസ് 18 കോതമംഗലം. ജോലി തിരക്കിനിടയിൽ പച്ചക്കറി കൃഷിയിലും 100 മേനി വിളവ് നേടിയ സന്തോഷത്തിലാണ് കായംകുളം സ്വദേശി നാസിം. വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറികൾ വിളയിച്ച് വിപണിയിൽ എത്തിക്കാനാണ് നാസിമിന്റെ അടുത്ത നീക്കം. 1 ഏക്കറിലാണ് പച്ചക്കറി കൃഷി. പയർ, പാവൽ, പടവലം, കുക്കുംബർ, പീച്ചിങ്ങ, തടിയൻ, വെള്ളരി എന്നിവയാണ് നാസിമിന്റെ കൃഷിയിടത്തിൽ തഴച്ചു വളരുന്നത്. ഫ്ലോർ മിൽ നടത്തുന്ന നാസിം ഇടവേളകളിൽ കൃഷിക്കായി സമയം കണ്ടെത്തുകയായിരുന്നു. ആർക്കമംഗള, ദീപിക, നാംദാരി എന്നീ പയർവർഗ്ഗങ്ങളും നാടൻ പയറിനങ്ങളും ഇവിടുണ്ട്. കൂടാതെ കുറുകിയ പടവലവും സ്നോ വൈറ്റ്, ഗ്രീൻ എന്നീ ഇനം കുക്കുംബറും നാസിം കൃഷി ചെയ്യുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതൽ പച്ചക്കറികൾ വിളയിച്ചെടുത്ത് വിപണിയിലെത്തിക്കാനാണ് ശ്രമം. വെള്ളരിയുണ്ട്, പടവലം, പാവൽ, പയർ, 4 തരം പയർ, കുക്കുംബർ, അതായത് മെയിനായിട്ട് സ്നോ വൈറ്റ്, അമേരിക്കൻ കുക്കുംബർ, നാടൻ കുക്കുംബർ, എല്ലാ രീതിയിലുള്ള കുക്കുംബറും കൃഷി ചെയ്ത് അത് നല്ലൊരു വിജയമാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 20 വർഷം തൊട്ട് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് നോർമലായിട്ടുള്ള നാടൻ ഇനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈടെക് രീതിയിൽ കുറച്ചുകൂടി വിപുലീകരിച്ച് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത്. KSRTC സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന നാസിമിന്റെ പിതാവ് മുഹമ്മദ് കുഞ്ഞിൽ നിന്നും പകർന്നു കിട്ടിയതാണ് കൃഷിപ്പാടങ്ങൾ. മികച്ച പരിചരണത്തിലൂടെ ഓരോ പച്ചക്കറിയും നല്ല വിളവ് നൽകുന്നുണ്ട്. നാസിം എന്ന കർഷകൻ നമ്മുടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ തലമുറയ്ക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു കർഷകനാണ്. കൃഷിഭവനിൽ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും മിനിമം നമ്മളെ വന്ന് കാണുകയും കൃഷിയിലുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒരേപോലെ തന്നെ നമ്മുടെ കൃഷിഭവനിൽ കൃഷി ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും സമയത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ചിലപ്പം കീടങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, രോഗങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്നാൽ അതൊന്നും കാണുന്ന സമയത്ത് തന്നെ ഓരോ ഇലകളെയും പരിശോധിച്ച് കാണുന്ന സമയത്ത് തന്നെ നമ്മളെ വന്ന് അറിയിക്കുകയും കൃത്യമായ അഡ്വൈസറി കൊടുക്കാൻ കഴിയുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു വിളവെടുപ്പ് എടുക്കാൻ കഴിഞ്ഞത് തന്നെ. കളകളെ നിയന്ത്രിക്കുന്നതിന് മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടുന്ന രീതിയും നടപ്പാക്കി. കുടുംബം ഒന്നടങ്കം കൃഷിക്കായി സമയം കണ്ടെത്തുന്നു. പച്ചക്കറികളുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. ഇപ്രാവശ്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കൃഷി ഓഫീസിൻ്റെ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ കൃഷി ഓഫീസറും കൃഷി ഓഫീസിലെ ജീവനക്കാരും എല്ലാവരും ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായി ഒന്നും കൂടെ നല്ലതുപോലെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള കൃഷി ചെയ്തു വരികയാണ്. പച്ചക്കറി വാങ്ങാൻ കൃഷിയിടത്തിൽ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 കായംകുളം. മരണത്തിൽ നിന്നും തങ്ങളുടെ മുത്തിനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട തട്ടയിലെ നന്ദന ഫാം ഉടമകൾ. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തത്തയെ അടിയന്തര ചികിത്സയിലൂടെയാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. പത്തനംതിട്ട നന്ദന ഫാമിൽ എത്തുന്നവർക്കെല്ലാം പ്രിയങ്കരനാണ് മുത്തു എന്ന ഈ തത്ത. വിദേശ ഇനമായ ഗ്രേ പാരറ്റാണ് മുത്തു. എല്ലാവരുടെയും പ്രിയപ്പെട്ട മുത്തുവിന് ഒരു അപകടം പറ്റി. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കൂട്ടിനുള്ളിൽ ആയിരുന്ന മുത്തുവിനെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തത്തയ്ക്ക് നന്ദനം ഫാം ഉടമയായ ഷീജ
അടിയന്തര ചികിത്സ നൽകിയാണ് ജീവൻ രക്ഷിച്ചത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് 5 ദിവസം നല്ല രീതിയിൽ ട്രീറ്റ്മെന്റുകൾ നടത്തി, മെഡിസിൻ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ മെഡിസിനോടെല്ലാം പ്രതികരിച്ചു. അതുകൊണ്ടാവാം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുത്തിനെ തിരിച്ചു കിട്ടി. ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ഈ പോയ ഫെദറുകളെല്ലാം നല്ല രീതിയിൽ വളർന്ന് ഇപ്പം നല്ല ആക്റ്റീവായിട്ട് തന്നെ തിരിച്ചു കിട്ടി. അപ്പോൾ ആ ഡോക്ടറിനോടും പിന്നെ അതുപോലെ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് വേറെ 2 ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു, അവരോടെല്ലാം പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയണം. അതുപോലൊക്കെ നല്ല രീതിയിൽ നോക്കിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെ മുത്തിനെ തിരിച്ചു കിട്ടിയത്. നായ്ക്കളുടെ ആക്രമണത്തിൽ തത്തയുടെ നെഞ്ചിലെ അസ്ഥിയായ കീൽബോൺ പൊട്ടിയിരുന്നു. പക്ഷികളുടെ ഹൃദയം, ലിവർ, എയർസാക്ക് പോലെയുള്ള അവയവങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ് കീൽബോൺ. ഒരാഴ്ചയോളം ചികിത്സ വേണ്ടിവന്നു. ഇപ്പോൾ ചികിത്സയൊക്കെ പൂർത്തിയാക്കിയ മുത്തു പൂർണ്ണ ആരോഗ്യവാനാണ്. ന്യൂസ് 18 പത്തനംതിട്ട. 4 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന് പാചക സംസ്കാരത്തിനൊപ്പം സഞ്ചരിച്ച ഈസ്റ്റേൺ ഇനി പുതിയ രൂപത്തിലും രുചിയിലും ഉപഭോക്താക്കൾക്ക് മുന്നിലെത്തുന്നു. പുതിയ ലോഗോയും ബ്രാൻഡ് ഐഡന്റിറ്റിയും കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. Getting something which you can prepare at home, so a fear undaviya, meat is not okay, mayonnaise is not okay, etc. But fresh item prepare imbo, that benefit will also be there for the consumer. അറേബ്യൻ വിഭവങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന പുതിയ ഉൽപ്പന്ന ശ്രേണിയും അവതരിപ്പിച്ചു. ഷവർമ മസാല, കപ്സ മസാല എന്നിവയാണ് അവതരിപ്പിച്ചത്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,010 രൂപ, പവന് 64,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,590 രൂപ, പവന് 52,720 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, കിലോഗ്രാമിന് 1,06,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം.